പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്നത്തെ സമൂഹത്തിൻ്റെ ഒരു വലിയ സമസ്യയായിട്ട്, ഒരു പ്രശ്നമായിട്ട് നമുക്ക് കാണപ്പെടാവുന്ന ഒന്നാണ് ബാലശ്രം അല്ലെങ്കിൽ ബാലവേല. സമൂഹത്തിലെ ഒരു ചെറിയ വിഭാഗം കുട്ടികളെങ്കിലും ബാലവേല ചെയ്യേണ്ടത് നിർബന്ധിതരായി മാറുകയാണ്. സാമൂഹിക ചുറ്റുപാടും കുടുംബാന്തരീക്ഷവും ദാരിദ്ര്യവുമെല്ലാമായിരിക്കാം അവരെ ഇത്തരം ജോലികളിലേക്ക് പ്രേരിപ്പിക്കുന്നത്. പഠിച്ച് ഉയർന്ന ആളുകളായി മാറേണ്ടതിന് പകരം എന്നും ജോലികൾ ചെയ്ത് സമൂഹത്തിൻ്റെ താഴേക്കിടയിലേക്ക് പിന്മാറാൻ ഇവർ വിധിക്കപ്പെടുകയാണ്. ഈ വിഷയത്തെ അടിസ്ഥാനമാക്കി ഹിന്ദിയിലെ പ്രസിദ്ധ കവിയായ രാജേഷ് ജോഷി എഴുതിയിട്ടുള്ള കവിതയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ബच्चे काम पर जा रहे हैं. कविता का नाम है बच्चे काम पर जा रहे हैं. കവിത ലിഖാ ഹെ രാജേഷ് ജോഷിനെ. ഈ കവിതയെക്കുറിച്ച് നമുക്കൊന്ന് പഠിക്കാം. എല്ലാവരും ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 90 എടുക്കുക. ബच्चे काम पर जा रहे हैं എന്ന കവിതാഭാഗം എടുക്കുക. उम्मीद करता हूँ आप सब लोग वीडियो देखा होगा. प्रतीक्षिക്കുന്നു നിങ്ങളെല്ലാവരും वीडियो കണ്ടു കഴിഞ്ഞു എന്ന് പ്രതീക്ഷിക്കുന്നു. तो हमारा कविता का विषय है बालश्रम और कवि का नाम क्या है? राजेश जोशी. अब हम कविता की ओर जाए. कवि सुबह की एक हालत की वर्णन करते हुए क्या बताते हैं? कवि പ്രഭാതത്തിലെ ഒരു കാഴ്ചയിലേക്ക് കടന്നുപോയിക്കൊണ്ട് എന്താണ് നമ്മളോട് പറയുന്നത്? कोहरे से ढकी सड़क पर बच्चे काम पर जा रहे हैं. कोहरे से ढकी എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? മഞ്ഞ് മൂടിയ. कोहरे से ढकी മഞ്ഞ് മൂടിയ പ്രഭാതത്തിലൂടെ बच्चे काम पर जा रहे हैं, കുട്ടികൾ काम पर जा रहे हैं ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. कोहरे से ढकी सड़क. ഇവിടെ സടക്ക് റോഡിൻ്റെ വിശേഷതയായിട്ട് കവി എന്താണ് പറയുന്നത്? कोहरे से ढकी മഞ്ഞ് മൂടിയ. सड़क की विशेषता क्या है? कोहरे से ढकी മഞ്ഞ് മൂടിയ. सड़क से ആ റോഡുകളിലൂടെ कौन काम पर जा रहा है? ആരാണ് ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്? जरूर बच्चे काम पर जा रहे हैं. തീർച്ചയായിട്ടും ആരാണ്? കുട്ടികളാണ് ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. तो കുട്ടികൾ ഏത് സമയത്താണ് ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്? हाँ, कोहरे से ढकी सड़क. कोहरे की समय മഞ്ഞ് മൂടിയ സമയത്താണ്. പ്രഭാത് की समय പ്രഭാത സമയമാണ്. तो ऐसे समय कोहरे से ढकी हुई है, മഞ്ഞ് മൂടിയ റോഡുകളാണ്. ऐसे सड़कों से അത്തരം റോഡുകളിലൂടെ बच्चे काम पर जा रहे हैं. कौन से समय? सुबह सुबह അതിരാവിലെ. സുബഹ് സുബഹ് അതിരാവിലെയാണ് കുട്ടികൾ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്.
तो बच्चे काम पर जा रहे हैं എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? കുട്ടികൾ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ബच्चे काम पर जा रहे हैं, കുട്ടികൾ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ സമയത്തെ കവി എങ്ങനെയാണ് കാണുന്നത്? കവി कहते हैं हमारे समय की सबसे भयानक पंक्ति है यह. നമ്മുടെ സമയത്തിൻ്റെ തന്നെ, നമ്മുടെ ഈ കാലഘട്ടത്തിൻ്റെ തന്നെ സബ്സെ ഭയാനക് പങ്ക്തി ഹെ, ഏറ്റവും ഭയാനകമായ വരികളായിട്ടാണ് കവി ഇതിനെ കാണുന്നത്. പങ്ക്തി, ലൈൻ, വരി. തോ നമ്മുടെ സമയത്തിൻ്റെ ഏറ്റവും ഭയാനകമായ ഒരു വരിയായിട്ട് കുട്ടികളുടെ ഈ കാഴ്ചകളെ കവി കാണുന്നു. ऐसे ലൈനോ മേ, ഇത്തരം ലൈനുകളായിട്ട് കുട്ടികൾ നടന്നു പോകുന്നത് കവി कैसे मानते हैं? समय की ഭയാനക് പങ്ക്തി, സമയത്തിൻ്റെ ഭയാനകമായ ഒരു വരികളായിട്ട് അല്ലെങ്കിൽ നിരകളായിട്ട് കാണുന്നു. കോൺസെ സമയം? വർത്തമാന സമയം, വർത്തമാന കാലഘട്ടത്തിൻ്റെ ഭയാനകമായ ഒരു കാഴ്ചയായിട്ടാണ് കവി കാണുന്നത്. കിസ് ദൃശ്യക്കോ? ബच्चे काम पर जाना, കുട്ടികൾ ജോലിക്ക് പോകുന്നത് കവി കിസ് तरह देखते हैं? समय की सबसे भयानक पंक्ति के रूप में, സമയത്തിൻ്റെ ഏറ്റവും ഭയാനകമായ ഒരു വരികളെ പോലെയാണ് കവി കാണുന്നത്. എന്തുകൊണ്ടാണ് കവി ഇത്തരത്തിൽ ഭയാനകമായി കാണുന്നത്? ഭയാനക് ഹേ, ഭയാനക് ഹേ, ഭയാനകമാണ്. ഇസെ വിവരൺ കി തര ലിഖാ ജാന, ഇത് എങ്ങനെ എഴുതി ചേർക്കുന്നത്? വിവരണങ്ങൾ പോലെ എഴുതി ചേർക്കുന്നത്. വിവരൺ കി തര ലിഖാ ജാന, വിവരണങ്ങൾ പോലെ, വലിയ എസ്സേകൾ പോലെ, കുറിപ്പുകൾ പോലെ എഴുതി ചേർക്കുന്നത്. ഇസെ വിവരൺ കി തര ലിഖാ ജാന, വിവരണത്തെ പോലെ എഴുതി ചേർക്കുന്നത് കവി ഭയാനക് മാനത്തെ ഹെ. കവി എന്തായി കാണുന്നു? വിവരൺ കി തര ലിഖാ ജാന കവി ഭയാനക് മാനത്തെ ഹെ, കവി എന്തായി കരുതുന്നു? ഭയാനകമായ, ഭയങ്കരമായ ഒരു സംഭവമായി കാണുന്നു. നമ്മൾ ഇതിനെ കേവലം വിവരണങ്ങൾ പോലെ എഴുതി മാറ്റുന്നത്, നമുക്ക് പരീക്ഷയ്ക്ക് വരുന്ന ഒരു എസ്സേ ആയിട്ടോ ഒരു കുറിപ്പായിട്ടോ മാത്രം എഴുതി ചേർക്കുന്നതിന് കവി എന്തായി കാണുന്നു? ഒരു ഭയാനകമായ ഒരു വിഷയമായിട്ട് കവി കാണുന്നു. കവി എന്താണ് ആഗ്രഹിക്കുന്നത്? ലിഖാ ജാന ചാഹിയെ ഇസേ സവാൽ കി തര, എഴുതപ്പെടേണ്ടത് ഇത് ചോദ്യത്തെ പോലെയാണെന്ന് പറയുന്നു. കവി कहते हैं ഇസേ സവാൽ കി തര ലിഖാ ജാന ചാഹിയെ, ഇത് ഒരു ചോദ്യമായി ഉയർത്തിക്കൊണ്ടിരിക്കണം. कि कौन क्या 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 सवाल करना चाहिए? എന്താണ് ചോദ്യം ഉയർത്തേണ്ടത്? ബാലശ്രം ക്യൂ ആയാ ഹെ, എന്തുകൊണ്ടാണ് ഈ ബാലവേല ഉണ്ടാകുന്നത്? ബच्चों को पढ़ने की अवसर क्यों नहीं मिलता, കുട്ടികൾക്ക് എന്തുകൊണ്ട് പഠിക്കാനുള്ള അവസരം കിട്ടുന്നില്ല? क्या वो पढ़ाई से वंचित होते हैं, അവർ പഠിത്തത്തിൽ നിന്നും വഞ്ചിക്കപ്പെടുകയാണോ? ഇത്തരം ചോദ്യങ്ങൾ ഉയർത്തി സമൂഹത്തിൽ ഈ വിഷയത്തെ കൊണ്ടുവരണം. और बच्चों को, ऐसे बच्चों को, അത്തരം കുട്ടികളെ, जो पढ़ने की मौका नहीं मिलता, പഠിക്കാനുള്ള അവസരം കിട്ടാത്ത അത്തരം കുട്ടികളെ ऐसे मौका ज़रूर देना चाहिए, അത്തരം മൗക്ക, അവസരങ്ങൾ തീർച്ചയായിട്ടും നൽകേണ്ടതുണ്ട്. ക്യൂസെ പഠനെ കി മൗക്ക മിലെ, അവർക്ക് പഠിക്കാനുള്ള അവസരം ലഭിക്കട്ടെ. കാം പർ ക്യൂം ജാ രഹേ ബच्चे, എന്തുകൊണ്ട് കുട്ടികൾ ജോലിക്ക് പോകുന്നു? ഈ സവാൽ ഉഠാനാ ചാഹിയെ, ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചോദ്യം ഉയർത്തേണ്ടതുണ്ട്. സമാജ് കി ഇസ് ഭയാനക് സമസ്യ പർ സവാൽ ഉഠാക്കർ ഇസ്കെ വിരുദ്ധ, ഇതിനെതിരെ ശബ്ദം ഉയർത്തേണ്ടത് നമ്മുടെ കാലഘട്ടത്തിൻ്റെ ആവശ്യമായിട്ട് തന്നെ കവി കാണുന്നു. ഇവിടെ തന്നിരിക്കുന്ന ഒന്നാമത്തെ ചോദ്യം, ഹമാരെ സമയ് കി സബ്സെ ഭയാനക് പങ്ക്തി ഹെ യഹ്, ऐसा കവി ക്യോं कहते हैं, എന്തുകൊണ്ടാണ് കവി ഇപ്രകാരം പറയുന്നത്? ഇതിനുത്തരം എഴുതുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതണം? ബच्चों को काम पर भेजना സാമൂഹിക് അപരാധ് ഹെ, കുട്ടികളെ ജോലിക്ക് പറഞ്ഞയക്കുന്നത് കാനൂൻ അപരാധ് ഹെ, നിയമപരമായ ഒരു അപരാധമാണല്ലോ. ഫിർ ബി റോട്ടി കപ്പടെ കേലിയെ, ഭക്ഷണവും വസ്ത്രത്തിന് വേണ്ടിയിട്ട് ബच्चों को काम पर जाना पड़ता है, കുട്ടികൾക്ക് ജോലിക്ക് പോകേണ്ടതായിട്ട് വരുന്നു. ऐसे ദൃശ്യ, അത്തരം കാഴ്ചകളെ കവി कैसे मानते हैं? ऐसे ദൃശ്യ ഭയാനക് മാനത്തെ ഹെ, അത്തരം കാഴ്ചകളെ കവി ഭയാനകമായിട്ടാണ് കാണുന്നത്. രണ്ടാമത്തെ ചോദ്യം, ബാത്തോं को सवालों की तरह लिखने से क्या फ़ायदा, ഇത്തരം കാര്യങ്ങളെ ചോദ്യങ്ങൾ ഉയർത്തിയത് കൊണ്ട് എന്താണ് പ്രയോജനം? അക്സർ ഹം സമസ്യാओं पर केवल ചർച്ചായും करती है, സാധാരണയായിട്ട് ഇത്തരം പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ചകൾ മാത്രമാണ് നടത്താറ്. ഉസ്ക കോയി ജവാബ് നഹി മിൽത്ത, അതിന് മറുപടി ലഭിക്കാറില്ല. അഗർ ഹം സവാലോं की तरह इस प्रश्नों को उठाना चाहते हैं, ചോദ്യങ്ങളെ പോലെ ഇത്തരം കാര്യങ്ങൾ ഉയർത്തിക്കഴിഞ്ഞാൽ ജറൂർ ഉസ്ക ജവാബ് മിലെങ്കെ, അതിന് ഉത്തരങ്ങൾ ലഭിക്കാൻ തുടങ്ങും. അഗർ एक सवाल पूछना लगेंगे, നമ്മളൊരു ചോദ്യം ഉയർത്തിക്കഴിഞ്ഞാൽ സവാൽ കാ ജവാബ് തോ മിലെങ്കെ, ആ ചോദ്യത്തിന് മറുപടി ലഭിക്കും. ഇസ് തരഹ സമസ്യ കാ സമാധാൻ കർണ, ഇത്തരത്തിൽ ഈ പ്രശ്നങ്ങളെ പരിഹരിക്കാനാണ് കവി ആഗ്രഹിക്കുന്നത്. അടുത്ത വരികളിലൂടെ കവി എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? ക്യാ അന്തരീക്ഷ് മേ ഗിർ ഗയി ഹെ സാരി ഗേന്ദേ, ക്യാ ദീമഖോं ने गा लिया
सारी रंग बिरंगे किताबें. ഇവിടെ ചില ചോദ്യങ്ങളുടെ ഉത്തരം നമ്മളിൽ നിന്നാണ് കവി പ്രതീക്ഷിക്കുന്നത്. കവി कहते हैं क्या अंतरिक्ष में गिर गई है सारी गेंदें, बच्चों के गेंदों कहाँ गया है. കുട്ടികളുടെ ഗേന്ദുകൾ പന്തുകൾ എവിടെ പോയി. കവി പൂछते हैं क्या अंतरिक्ष में गिर गई, അന്തരീക്ഷങ്ങളിൽ വീണുപോയി കഴിഞ്ഞോ. ഉസ്കി ഗേന്ദേം അവരുടെ പന്തുകൾ അന്തരീക്ഷങ്ങളിലേക്ക് വീണുപോയി കഴിഞ്ഞോ. ഗിർ ഗയി ഹേ അന്തരീക്ഷങ്ങളിൽ നഷ്ടപ്പെട്ടു പോയോ, വീണുപോയി കഴിഞ്ഞോ. ഉൻകി ഗേന്ദേം അവരുടെ സാരി ഗേന്ദേം എല്ലാ പന്തുകളും അന്തരീക്ഷത്തിൽ ഗിർ ഗയി വീണുപോയി കഴിഞ്ഞോ. ഫിർ എക് സവാൽ കർത്തേ ഹെ പിന്നീട് അദ്ദേഹം എന്താ ചോദിക്കുന്നത്, ക്യാ ദീമകോനെ ഗാലിയ അല്ലെങ്കിൽ ദീമക്കോനെ ഗാലിയ. ദീമക്കാരാണ്, ദീമക്ക് ചിതലുകൾ. ദീമക്കോനെ ഗാലിയ ചിതലുകൾ തിന്നു കഴിഞ്ഞോ. ദീമക്കോനെ ഗാലിയ ചിതലുകൾ തിന്നു കഴിഞ്ഞോ. സാരി റംഗ് ബിരംഗി കിതാബേം പല വർണ്ണങ്ങളുള്ള റംഗ് ബിരംഗി പല വർണ്ണങ്ങളിലുള്ള ഉൻകി കിതാബേം അവരുടെ പുസ്തകങ്ങൾ ദീമക്കോനെ ഗാലിയ ചിതലരിച്ചു കഴിഞ്ഞോ അല്ലെങ്കിൽ ചിതൽ തിന്നു കഴിഞ്ഞോ എന്ന് കവി ചോദിക്കുന്നു. എന്തുകൊണ്ടാണ് കവി ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ആജ് കുച്ച് ബച്ചെ ഗേൽത്തെ ക്യോ നഹി എന്തുകൊണ്ടാണ് ചില കുട്ടികൾക്ക് ഇന്ന് കളിക്കാനുള്ള അവസരം ലഭിക്കാത്തത്. ക്യാ ഉൻകെ പാസ് ഗേന്ദേ നെയ് ഹേ അവരുടെ കൈകളിൽ പന്തുകൾ ഗേന്ദേയും പന്തുകൾ ഇല്ലാത്തത് കൊണ്ടാണോ. ക്യാ വോ പഠിത്തേ ക്യോ നഹി എന്തുകൊണ്ട് അവർ പഠിക്കുന്നില്ല. ഉൻകെ കിതാബേയും ദീമക്കോം ഗാനേസെ അവരുടെ പുസ്തകങ്ങൾ ചിതലുകൾ തിന്നതുകൊണ്ടാണോ. ഇത്തരം ചോദ്യങ്ങൾ ഉയർത്തുന്നതോടെ കവി എന്താണ് പറയുന്നത്. ऐसे बच्चों को पढ़ने का अवसर मिलना चाहिए और समाज इस तरह ध्यान आकृष्ट करके സമൂഹം ഇത്തരത്തിലേക്ക് ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് ഇൻ ബച്ചോं को समाज के ऊपर लाना चाहिए സമൂഹത്തിൻ്റെ ഉയരങ്ങളിലേക്ക് കൊണ്ടുവരികയും ഉन्हें पढ़ने का मौका दे അവർക്ക് പഠിക്കാനുള്ള അവസരം കൊടുക്കണം. तो समाज की ओर ये सवाल पूछते हैं സമൂഹത്തിലേക്കാണ് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത്. पहला सवाल है कि उनकी गेंदों की क्या हो गया അവരുടെ പന്തുകൾക്ക് എന്ത് സംഭവിച്ചു. ക്യോ ബച്ചെ ഗേന്ദ് നഹി ഖേൽ സക്താ എന്തുകൊണ്ട് കുട്ടികൾക്ക് കളിക്കാൻ കഴിയുന്നില്ല. ഫിർ വോ പൂछते हैं രംഗ് ബിരംഗി കിതാബോം കഹാം ഗയേ പല വർണ്ണങ്ങളുള്ള ആ പുസ്തകങ്ങൾക്ക് എന്ത് സംഭവിച്ചു. ദീമക്കോം ഗാലിയ ചിതലുകൾ തിന്നു കഴിഞ്ഞ് ചിതലരിച്ചത് കൊണ്ടാണോ അവർക്ക് പഠിക്കാനുള്ള അവസരം ലഭിക്കാത്തത്. ഫിർ എക് സവാൽ പൂछते हैं क्या काले पहाड़ के नीचे क्या है काला पहाड़. കാലാ പഹാഡ് കറുത്ത പർവ്വതങ്ങൾ. കാലാ പഹാഡ് കെ നീച്ചെ കറുത്ത പർവ്വതങ്ങൾക്ക് താഴെയായിട്ട് ദബ് ഗയെ അമർന്നു പോയോ. ദബ് ജാന അമർന്നു പോവുക. കഹാ കാലെ പഹാഡ് കെ നീച്ചെ കറുത്ത പർവ്വതങ്ങൾക്ക് താഴെയായിട്ട് ദബ് ഗയെ അമർന്നു പോയോ. സാരേ ഗേന്ദേം എല്ലാ പുസ്തകങ്ങളും. കവി ഇവിടെ കാലാ പഹാഡ് എന്നതിൻ്റെ മനസ്സിൻ്റെ അന്ധകാരമായിട്ട് കൂടി കാണുന്നുണ്ട്. നമ്മുടെ എല്ലാം മനസ്സിൻ്റെ അന്ധകാരത്തിൽ ആ കുട്ടികൾക്ക് അവസരങ്ങൾ നിഷേധിക്കുകയാണോ. ഉൻ ബച്ചോं को खेलने का अवसर क्यों नहीं देता ആ കുട്ടികൾക്ക് എന്തുകൊണ്ടാണ് നമ്മൾ കളിക്കാനുള്ള അവസരങ്ങൾ നൽകാത്തത്. അവരുടെ പന്തുകളെല്ലാം കറുത്ത പർവ്വതത്തിന് താഴെയായിട്ട് അമർന്നു പോയത് കൊണ്ടാണോ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ നിന്നും അത്തരം കുട്ടികൾക്കുള്ള സ്ഥാനം നഷ്ടപ്പെടുത്തിയത് കൊണ്ടാണോ ഇത്തരം കുട്ടികൾക്ക് ഇന്ന് കളിക്കാനുള്ള അവസരമില്ലാത്തത്. ക്യോ ഉസെ സുബഹ് ഉനെ കാം പർ ജാനാ പഡ്താ ഹെ എന്തുകൊണ്ടാണ് പ്രഭാതത്തിൽ അവർക്ക് ജോലിക്ക് പോകേണ്ടതായിട്ട് വരുന്നത്. ക്യാ ഉനെ ഖേൽനെ കാ അവസർ നഹി മിൽനാ ചാഹിയെ അവർക്ക് കളിക്കാനുള്ള അവസരം ലഭിക്കേണ്ടതില്ലേ എന്നീ ചോദ്യങ്ങൾ നമുക്ക് നേരെ ഉയർത്തുകയാണ് കവി ചെയ്യുന്നത്. കവി പൂछते हैं ക്യാ കിസി ഭൂകമ്പ് മേ ടഹ് ഗയി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭൂകമ്പങ്ങളിൽ ടഹ് ഗയി തകർന്നു പോയി കഴിഞ്ഞോ. ടഹ് ജാന തകർന്നു പോവുക. ക്യാ സാരെ മദ്രസോം കി ഇമാരത്തേം എല്ലാ മദ്രസകളുടെയും ഇമാരത്തുകൾ കെട്ടിടങ്ങൾ. എന്താണ് മദ്രസ എന്ന വാക്കിൻ്റെ അർത്ഥം. മദ്രസ വിദ്യാലയം. എല്ലാ വിദ്യാലയങ്ങളും കെട്ടിടങ്ങൾ ഇല്ലാതായി കഴിഞ്ഞോ. ബച്ചോं को पढ़ने के लिए स्कूल नहीं है എന്ന് കവി ചോദിക്കുന്നു. കുട്ടികൾക്ക് പഠിക്കാനുള്ള സ്കൂളുകൾ ഇല്ലേ. ക്യാ യ സാരെ മദ്രസായേം സാരി സ്കൂളോം കി ഇമാരത്തേം ഈ സ്കൂളുകളുടെ ഇമാരത്തുകൾ. ഇമാരത്ത് എന്താണ് കെട്ടിടങ്ങൾ. കിസി ഭൂകമ്പമേ ഏതെങ്കിലും ഭൂകമ്പങ്ങളിൽ പെട്ടിട്ട് എന്ത് സംഭവിച്ചോ തകർന്നു പോയി കഴിഞ്ഞോ എന്ന് കവി സംശയിക്കുകയാണ്. സമാജ് കെ കുച്ച് ബച്ചോं को इसका अवसर नहीं मिलता സമൂഹത്തിലെ കുറച്ച് കുട്ടികൾക്കാണ് ഇതിനുള്ള അവസരം ലഭിക്കാത്തത്. എന്തുകൊണ്ടായിരിക്കാം. ആ പ്രദേശങ്ങളിലുള്ള കെട്ടിടങ്ങളെല്ലാം ഭൂകമ്പങ്ങളിൽ നഷ്ടപ്പെട്ടത് കൊണ്ടാണോ എന്ന് കവി സംശയിക്കുകയാണ് ചെയ്യുന്നത്. ഭൂകമ്പങ്ങളിൽ ടഹ് ഗൈ തകർന്നു പോയോ മദ്രസാവും കി ഇമാരത്തേയും ഇത്തരം ചോദ്യങ്ങളിലൂടെ കവി ഉത്തരങ്ങൾ ആഗ്രഹിക്കുകയാണ്. സമൂഹത്തിൽ നിന്നും നമ്മളിൽ നിന്നും ഉത്തരം ലഭിക്കുകയാണ്. ആ ഉത്തരം ലഭിക്കുന്നതോടുകൂടി ഇത്തരം പ്രശ്നങ്ങളുടെ ഒരു പരിഹാരമായി ഉണ്ടാകുമെന്ന് കൂടി എന്ത് ചെയ്യുന്നത് കവി പ്രതീക്ഷിക്കുകയാണ് ഈ വരികളിലൂടെ ചെയ്യുന്നത്. किसी भूकंप में टह गई सारी मदरसाओं की इमारतें इन पंक्तियों की तरह
कवि क्या कहना चाहते हैं? कवि कहना चाहता है, कवि പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? ഗരീബ് ബച്ചെ ആജ് ബി പഠായി സെ വഞ്ചിത് ഹെ. പാവപ്പെട്ട കുട്ടികൾ ആജ് ബി പഠായി സെ വഞ്ചിത് ഹെ, ഇന്നും പഠിക്കാൻ അവർക്ക് അവസരം ലഭിക്കുന്നില്ല. യാനി ഉൻകോ പാസ് വിദ്യാലയ നെയ് ഹെ, അവരുടെ കയ്യിൽ അല്ലെങ്കിൽ അവർക്ക് ലഭിക്കേണ്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് ഇല്ലാതാകുന്നു. യഹാ മദ്രസാവും കി ഇമാരത്തെയും, മദ്രസകളുടെ ഇമാരത്തുകൾ എന്ന് പറയുന്നത് കവി എന്താ ഉദ്ദേശിക്കുന്നത്? മദ്രസായം യാനി പാഠശാല ഹെ, വിദ്യാലയങ്ങളാണ്. വിദ്യാലയങ്ങൾ തന്നെ ഇല്ലാതായോ എന്ന് കവി ചോദിക്കുകയാണ് ഈ വരികളിലൂടെ ചെയ്യുന്നത്. അടുത്ത വരികളിലേക്ക് കടന്നു പോകുമ്പോൾ കവി എന്താണ് പറയുന്നത്? ക്യാ സാരേ മൈതാൻ സാരേ ബഗീചെ ഓർ ഘറോം കെ ആംഗൻ. ഇത്തരത്തിൽ സാരേ മൈതാൻ, എല്ലാ മൈതാനങ്ങളും, സാരേ ബഗീചെ, എല്ലാ പൂന്തോട്ടങ്ങളും, ഓർ ഘറോം കെ ആംഗൻ, വീടുകളുടെ മുറ്റങ്ങളും, ഖത്തം ഹോഗെ, ഇല്ലാതായി കഴിഞ്ഞോ, ഏകായക് അചാനക്, പെട്ടെന്ന്, അചാനക് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്, ഏകായക് പെട്ടെന്ന്. ഇത്തരത്തിൽ എല്ലാ മൈതാനങ്ങളും, ബഗീജെ, ഘറോം കെ ആംഗൻ, ഇതിനെല്ലാം എന്താ സംഭവിച്ചത്? ക്യാ യെ സബ് ഖത്തം ഹോഗെ, ഇതെല്ലാം പെട്ടെന്നൊരു നിമിഷം ഖത്തം ഹോഗെ, ഇല്ലാതായി കഴിഞ്ഞോ എന്ന് കവി സംശയിക്കുകയാണ്. ഇൻ സബി ജഗഹോം പർ, ഈ സ്ഥലങ്ങളിൽ, മൈതാനങ്ങളിൽ, ബഗീജകളിൽ, മൈതാനങ്ങളിലും പൂന്തോട്ടങ്ങളിലെല്ലാം കുട്ടികൾ കളിക്കുന്ന സ്ഥലങ്ങളാണ്. ഘറോം കി ആംഗൻ, വീടിൻ്റെ മുറ്റമൊക്കെ കുട്ടികൾക്ക് കളിക്കാനുള്ള അവസരങ്ങളാണ്. ഇത്തരം സ്ഥലങ്ങൾ ചില കുട്ടികൾക്ക് എന്തുകൊണ്ടാണ് നിഷേധിക്കപ്പെടുന്നത്? സമൂഹത്തിലെ ഒരു ചെറിയ ശതമാനം കുട്ടികൾക്ക് എന്തുകൊണ്ട് നിഷേധിക്കപ്പെടുന്നു? അവർക്കിടയിൽ നിന്നും നമ്മളിതെല്ലാം മാറ്റിവെക്കുകയാണോ എന്ന് കവി ചോദിക്കുന്നു. ക്യാ കേവലോ കാം കർണേക്കിൽ ചോട് ദിയ, അവരെ ജോലി ചെയ്യാൻ മാത്രമായിട്ട് വിട്ടയക്കുകയാണോ? ഉനേബി പഠനേക്കാ മോക്കാ ചാഹി, അവർക്കും പഠിക്കേണ്ട ഒരു അവസരം കിട്ടേണ്ടതില്ലേ എന്ന് കവി നമ്മുടെ മനസ്സിൽ സംശയമായിട്ട് ഉയർത്തുകയാണ്. तो फिर बचा ही क्या है इस दुनिया में, ഇങ്ങനെയെങ്കിൽ ഫിർ ബച്ചാ ഹി ക്യാ ഹെ, ബാക്കി വന്നത് എന്താണ് ഇസ് ദുനിയാമേ? तो फिर बचा ही क्या है, പിന്നീട് എന്താണ് ബാക്കി വന്നിരിക്കുന്നത് ഇസ് ദുനിയാമേ? ഇതെല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ബഗീജകളും പൂന്തോട്ടങ്ങളും ഘറോം കെ ആംഗൻ എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ഫിർ ബച്ചാ ഹി ക്യാ ഹെ, ബാക്കി വരുന്നത് എന്താണ്? ऐसे बच्चों के लिए, അത്തരം കുട്ടികൾക്ക്, जो पढ़ाई से वंचित है, പഠിത്തം നിഷേധിക്കപ്പെടുന്ന അത്തരം കുട്ടികളുണ്ടല്ലോ, അവർക്ക് ഈ ഭൂലോകത്തിൽ ബാക്കി വച്ചിരിക്കുന്നത് എന്താണ്? കിത്ന ഭയാനക ഹോത്ത, എത്ര ഭയാനകമായിരിക്കും. അഗർ ഹൈസാ ഹോത്ത, ഇത്തരത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ. കവി പൂछते ഹേ കിത്ന ഭയാനക ഹോത്ത, എത്ര ഭയാനകമായിരിക്കും. അഗർ ഹൈസാ ഹോത്ത, ഇങ്ങനെയാണ് സംഭവിക്കുന്നതെങ്കിൽ. കവി कहते ഹേ ഭയാനക് ഹേ, ഭയാനകമാകുന്നു. കവിക്ക് എന്തുകൊണ്ടാണ് ഇത് ഭയാനകമാകുന്നത്? ലേക്കിൻ ഇസ്സേ ബി ജ്യാദ, ഇതിലും കൂടുതൽ, ഇസ്സേ ബി, ഇതിലും കൂടുതലായിട്ട്, ജ്യാദ കൂടുതലായിട്ട്, ഭയാനകം മാത്രമല്ല കവിക്ക്, ഇസ്സേ ബി ജ്യാദ, അതിലും കൂടുതലായിട്ട് കവി കാണുന്നൊരു വസ്തുതയുണ്ട്. എന്താണ്? കി സാരി ചീസേം, എല്ലാ കാര്യങ്ങളും, ഹസ്ബ് മാമൂൽ, അതുപോലെ തന്നെയുണ്ട്. ഈ സാരി ചീസേം, എല്ലാ കാര്യങ്ങൾ, ഏതെല്ലാം കാര്യങ്ങളാണ്? ബഗീജെ, മൈദാൻ, ഘറോം കെ ആംഗൻ, പാഠശാലായം, സബി ചീസേം വൈസേ കി വൈസേ ഹി ഹേ, അതുപോലെ തന്നെ ഇന്ന് നിലനിൽക്കുന്നു. സമൂഹത്തിൻ്റെ ചില വിഭാഗം കുട്ടികൾക്ക് എല്ലാ അവസരമുണ്ട്. വേ സ്കൂൾ ജാത്തേ ഹേ, പഠിത്തേ ഹേ, ഗേൽത്തേ ഹേ, അവർ സ്കൂളിലേക്ക് പോകുന്നു, പഠിക്കുന്നു, കളിക്കുന്നു. ഈ അവസരങ്ങളെല്ലാം സമൂഹത്തിൻ്റെ ഒരു വിഭാഗത്തിന് ലഭിക്കുമ്പോൾ മറ്റൊരു വിഭാഗത്തിന് ലഭിക്കാത്തതാണ് കവി എന്ത് ചെയ്യുന്നത്? ഭയാനകമായി കാണുന്നത്. ഹസ്ബ് മാമൂൽ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ജൈസേ കി വൈസേ ഹേ, ഏതുപോലെയാണോ വിദ്യാലയങ്ങൾ ചില കുട്ടികൾക്ക് ലഭിക്കുന്നുണ്ട്, വിദ്യാലയങ്ങൾ അവിടെ തന്നെ ഉണ്ട്, തകർന്നു പോയിട്ടില്ല. കളിക്കാനുള്ള മൈതാനങ്ങൾ അവിടെ തന്നെ ഉണ്ട്, തകർന്നു പോയിട്ടില്ല. പക്ഷേ ഇത് നിഷേധിക്കപ്പെടുന്നത് ചെറിയൊരു വിഭാഗം കുട്ടികൾക്കായി മാറുമ്പോഴാണ് കവി ഇതിനെ എന്തായി മാറുന്നത്? ഭയാനകമായിട്ട് കാണുന്നത്. കവി പറയുന്നു, ഭയാനക് ഹേ, ഭയാനകമാണ്. ലേക്കിൻ ഇസ്സേ ബി ജ്യാദ, ഇതിലും കൂടുതലായിട്ട്, സാരി ചീസേ ഹസ്ബ് മാമൂൽ, എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ നിലനിന്നിട്ട് പോലും, വിദ്യാലയങ്ങളാണെങ്കിലും മദ്രസകളാണെങ്കിലും കെട്ടിടങ്ങളാണെങ്കിലും കളിസ്ഥലങ്ങളായാലും അതുപോലെ നിലനിന്നിട്ട് പോലും കുറച്ച് കുട്ടികൾക്ക് മാത്രം നിഷേധിക്കപ്പെടുന്നത് കൊണ്ടാണ് കവി ഇതിനെ ഭയാനകമായിട്ട് കാണുന്നത്. കവിതയുടെ അവസാന ഭാഗത്തിലേക്ക് പോയി കഴിഞ്ഞാൽ കവി പറയുന്നു, പർ ദുനിയാ കി ഹസാറോ സടക്കോ സെ ഗുസർത്തെ ഹുയേ, ലോകത്തിൻ്റെ ആയിരക്കണക്കിന് റോഡുകളിലൂടെ കടന്നു പോകുമ്പോൾ, ബച്ചേ ബഹത് ചോട്ടെ ബച്ചേ, കുട്ടികൾ, വളരെ ചെറിയ കുട്ടികൾ, കാം പർ ജാ രഹേ, ജോലിക്ക് പോകുന്നതായിട്ട് കവി കാണുന്നു. നേരത്തെ പറഞ്ഞതുപോലെ വിദ്യാലയങ്ങളും പൂന്തോട്ടങ്ങളും അതുപോലെ കളിസ്ഥലങ്ങളെല്ലാം ഉണ്ടായിരുന്നിട്ട് പോലും കവി ക്യാ ദേഖ്തേ ഹേ, കവി എന്താണ് കാണുന്നത്? ദുനിയാ കെ ഹസാറോ സടക്കോ സെ, ലോകത്തിൻ്റെ ആയിരക്കണക്കിന് റോഡുകളിലൂടെ കടന്നു പോകുമ്പോഴും
കുച്ച് ഐസേ ബച്ചെ കുറച്ചത്തരം കുട്ടികൾ കൊഹരെ കെ സമയം മൂടൽമഞ്ഞിൻ്റെ സമയത്ത് സടക്കോं से काम पर लाइन लगाकर ലൈനുകളായിട്ട് നിരനിരയായിട്ട് काम पर जाते हुए ജോലിക്ക് പോകുന്നതായിട്ട് കവി കാണുന്നു. इसे कवि समाज की एक भयानक समस्या के रूप में देखते हैं. സമൂഹത്തിൻ്റെ ഒരു ഭയാനകമായ പ്രശ്നമായി കാണുന്നു. और कवि इसका हल चाहते हैं. കവി ഇതിന് പരിഹാരം ആഗ്രഹിക്കുന്നു. कि बच्चों को पढ़ने का मौका दो. ऐसे बच्चों को അത്തരം കുട്ടികൾ കൂടി പഠിക്കാനുള്ള ഒരു അവസരം നൽകണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് കവിത അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. कि समाज के सभी बच्चों को एक ही तरह पढ़ाई और खेलने का अवसर मिलना चाहिए. സമൂഹത്തിലെ എല്ലാ കുട്ടികൾക്കും ഒരുപോലെ പഠിക്കാനും കളിക്കാനും ഉള്ള അവസരം ലഭിക്കട്ടെ എന്ന പ്രതീക്ഷയോടുകൂടി കവിത അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ സമൂഹത്തിൽ ബാലശ്രം കടന്നുപോകുന്ന ഈ സമൂഹത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ കവിത വളരെ പ്രായോഗികമാണ്. അതുപോലെ തന്നെ ഇത്തരം വിഷയങ്ങൾക്കെതിരെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? നമ്മുടെ ചിന്ത ഉയർത്തേണ്ടതുണ്ട്. ബാലശ്രം എന്ന ഒരു വലിയൊരു പ്രശ്നത്തെ സമൂഹത്തിൽ നിന്നും ഇല്ലാതാക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് എന്നതുകൂടി കവി നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ കവിത അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കവിതാഭാഗം നന്നായിട്ട് വായിച്ചു നോക്കുക. ഒരു ചെറിയ വിഷയമാണെങ്കിലും വലിയ സമൂഹത്തിൻ്റെ പ്രശ്നമായിട്ട് അത് കവി കാണുന്നുണ്ട്. അതിനെതിരെ സമൂഹം ഉണരുകയും അതിനില്ലാതാക്കാൻ ശ്രമിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് കവിത അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും വരികൾ നന്നായി വായിക്കുക. ഓരോ വരിയുടെയും ആശയം, അർത്ഥം എന്നിവ നന്നായി മനസ്സിലാക്കി കവിതാഭാഗം വായിക്കുക. കവിതയിൽ തന്നിരിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ ബാലശ്രം കെ വിരുദ്ധ പോസ്റ്റർ ഹം ലിഖ് സക്തേ, പരീക്ഷയ്ക്ക് അത്തരം ചോദ്യങ്ങൾ ചോദിക്കാം. കവിതയുടെ ആശയം ടിപ്പണി എഴുതാൻ ചോദിക്കാം. കവിയെക്കുറിച്ചൊക്കെല്ലാം വിശദീകരിച്ചുകൊണ്ട് കവിതയുടെ ടിപ്പണി എഴുതാൻ നമുക്ക് കഴിയും. നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത ക്ലാസ്സിൽ പുതിയ ഒരു പാഠഭാഗവുമായി നമുക്ക് കാണാം. ഗുഡ്ലി തോ പരായി ഹെ എന്ന പാഠഭാഗവുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ഗുഡ് ബൈ. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.